എല്ലാവർക്കും കുക്കിംഗ് വെറൈറ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ്റെ കട്ട്ലേറ്റ്. 2 കിലോ ചിക്കൻ വാങ്ങിയാൽ അതിൽ കട്ടിയുള്ള വശങ്ങൾ ഒരു 8-10 പീസ് കിട്ടും. അത് നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എല്ല് ഒന്നും അതിൽ പെടാതെ കുക്കറിൽ വിസിലടിക്കുക. അതിൽ ചേർക്കേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞതും ചേർത്ത് ഒരു 8 വിസില് കുക്കറിൽ അടിക്കണം. 1/4 ഗ്ലാസ് വെള്ളം അതിൽ ചേർക്കുക. ഉപ്പും ചേർത്ത് അത് വിസിലടിച്ചു കഴിഞ്ഞതിന് ശേഷം തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം വെള്ളമൊന്നും അതിൽ നിന്ന് എടുക്കാതെ ഈ കഷ്ണം ഉരുളക്കിഴങ്ങും മാത്രം ഇതിൽ മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഈ ഇറച്ചി മിക്സിയിൽ പൊടിക്കണം. മിക്സിയിൽ പൊടിച്ചു വെച്ച ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇറച്ചി മിക്സിയിൽ പൊടിച്ച് വെച്ച ഇറച്ചി ഇവിടെ വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചതും കൂടി ഇതിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും ഇതിൽ ഇട്ട് വയ്ക്കുക. പിന്നെ ഒരു സവോള അരിഞ്ഞതും 3 പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞതും പിന്നെ ഇഞ്ചി ഒരു കഷ്ണം നല്ലതുപോലെ ചെറുതാക്കി അരിഞ്ഞതും കൂടി അരിഞ്ഞ് വയ്ക്കുക. ഇനി അടുപ്പത്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓൺ ചെയ്യുക. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇത് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമ്മൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഒന്ന് നല്ലതുപോലെ വഴറ്റണം. ഒരുവിധം വഴറ്റണം. ഇത് ഒരുവിധം ഇങ്ങനെ വാട്ടിയാൽ മതി. ബ്രൗൺ കളറൊന്നും ആവണ്ട. അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒന്നും കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കും. കുറച്ച് സമയം ഇത് മിക്സ് ചെയ്യണം. ഇതിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ കട്ടി മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിൽ മിക്സ് ചെയ്യുക. നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ തീ ഓഫാക്കുക. ഈ കൂട്ട് ഒരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് വെക്കണം. ഇത് ചൂടാറിയതിന് ശേഷം ഇതെല്ലാം കൂടെ കൂട്ടി ഇതിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതും ചേർക്കുക. ഇതിൽ കുറച്ച് ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കണം. മുളക് പൊടിയും കുറച്ച് ചേർക്കുക. പിന്നെ ഇതിൽ പോരാത്ത കുറച്ച് ഉപ്പും ചേർത്ത് ഈ മിക്സിയിൽ ഒന്നും കൂടെ നല്ലതുപോലെ മിക്സിയിൽ എല്ലാം കൂടെ ചേർക്കണം. കുറച്ച് ഉപ്പും ഇട്ട് മിക്സിയിൽ അതിന് ശേഷം ഈ ഓരോ ഉരുളകളും ഉരുട്ടി വെക്കുക. നമ്മൾ ഉരുളകൾ ഉണ്ടാക്കി അത് ഷേപ്പ് പോലെ ഉണ്ടാക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് ഷേപ്പാക്കിയിട്ട് ഇവിടെ വെച്ചതിന് ശേഷം എല്ലാതും ഷേപ്പായിട്ട് പരത്തണം.
എല്ലാം നല്ലതുപോലെ ഷേപ്പായിട്ട് പരത്തി ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കുക. ഇത് എല്ലാം പരത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു ജാറ് വെച്ചിട്ട് നമ്മൾ ഒരു മുട്ട അതിലേക്ക് ഒഴിക്കുക. നല്ലതുപോലെ ഫൈനായിട്ട് മിക്സ് ആവണം. ഇതിലേക്ക് ഒഴിച്ച് ജാറിൽ നിന്ന് ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഓരോ കഷ്ണങ്ങളും എടുത്ത് ഇത് മുക്കി ഇതിൽ മുക്കി ഇവിടെ വയ്ക്കുക. എല്ലാതും ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒരുവിധം വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഓരോന്നും ഇതിലേക്ക് ഇടും. ഒരു 4 എണ്ണം ഇതിൽ ഇട്ട് തീ ഒന്ന് ഇത്തിരി മീഡിയം ഇതിൽ വയ്ക്കുക. നല്ലതുപോലെ വേവട്ടെ. മീഡിയത്തിലേക്ക് വയ്ക്കാം. നല്ലത് സ്ലോ ആക്കിയതിന് ശേഷം നമ്മൾ ഓരോന്നും ബ്രൗൺ കളറാകുമ്പോൾ ഇത്തിരി എണ്ണ അങ്ങനെ വാലിച്ചിട്ട് ഇതിൽ എണ്ണ കുടിക്കാതിരിക്കാനായിട്ട് ഒന്ന് ഞെക്കിയിട്ട് പ്രസ് ചെയ്തിട്ട് ഇത് എടുക്കുക. അപ്പോൾ നമുക്ക് എണ്ണയൊന്നും ഇതുമേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എണ്ണയൊന്നും ഇതുമേ ആവാതിരിക്കാനായിട്ട് നമ്മൾ സൈഡിൽ വെച്ചൊന്ന് ഞെക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ എല്ലാതും ഇതുപോലെ മൊരിയിച്ചെടുക്കുക. ഇപ്പോൾ കട്ട്ലേറ്റുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊട്ടിച്ച് ഇതിൽ മുക്കി ടൊമാറ്റോ സോസ് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിയിട്ട് പൊട്ടിച്ച് എൻ്റെ പേരക്കുട്ടി കഴിച്ചു നോക്കും. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്ക് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരും. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ അയില വറുത്ത് വെക്കുന്ന കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. താങ്ക് യു.